തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി നഗരസഭയിൽ UDF മുഴുവൻ സീറ്റിലും വിജയിക്കുമെന്ന് മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി M. അബ്ദുറഹ്മാൻ കുട്ടി പറഞ്ഞു. റിബലുകളുടെ പ്രശ്നം ഏൽക്കില്ലെന്നും മുഴുവൻ സീറ്റിലും UDF വിജയിക്കുമെന്നും ഭരണനേട്ടമാണ് ജനങ്ങളോട് അവതരിപ്പിക്കുന്നതെന്നും അബ്ദുറഹ്മാൻ കുട്ടി കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ തിരൂരങ്ങാടി നഗരസഭയിലെ ആകെയുള്ള 40 ഡിവിഷനുകളിൽ 40 എണ്ണത്തിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇൻഷാ അല്ലാഹ് 40-ൽ 40 സീറ്റും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന അപൂർവമായ ഒരു കാഴ്ചയാണ് ഈ സമയത്ത് നമുക്ക് കാണാൻ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയുക എന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പ്രചരണം ഒന്ന്, ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളെ തുറന്നു കാട്ടുക. മറ്റൊരു കാര്യം, ബഹുമാന്യനായ KP മുഹമ്മദ് കുട്ടി ഹാജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലത്ത് ഭരണസമിതി നടത്തിയിട്ടുള്ള മികച്ച സേവന പ്രവർത്തനങ്ങൾ ജനസമക്ഷം സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ വോട്ടഭ്യർത്ഥിക്കുന്നത്. UDF വളരെ ശക്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് വളരെ ശക്തമായ രീതിയിൽ യാതൊരു തകരാറും ഇല്ലാത്ത രീതിയിൽ UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. UDF മുസ്ലിം ലീഗ് 26 സീറ്റിലും അതേപോലെ തന്നെ CMP 2 സീറ്റിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 11 സീറ്റിലും മത്സരിക്കുന്നു. ഒരു ഡിവിഷനിൽ UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നു. ചില സീറ്റുകൾ കൊടുക്കുന്നതിലുള്ള പ്രവർത്തകന്മാർക്കിടയിലുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, അത് പരിഹരിക്കും? ഇല്ല, പ്രവർത്തകന്മാർക്ക് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഘടകകക്ഷികൾക്ക് ഉണ്ടാകുന്ന സീറ്റ് കൊടുക്കുമ്പോൾ ഏതൊരു പ്രവർത്തകനും ഉണ്ടാകുന്ന വേദന ഉണ്ടാവാം. പക്ഷേ അതൊക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും അതൊക്കെ മനസ്സിലാക്കി എല്ലാവരും പ്രശ്നങ്ങളൊക്കെ തീർത്തു. ഇവിടെ ഒറ്റക്കെട്ടായിട്ടാണ് പാർട്ടിയും മുന്നണിയും പോകുന്നത്. 3 സീറ്റുകളിലെ ലീഗ് വിമതന്മാരുണ്ട്. സംസ്ഥാന സെക്രട്ടറി PM സലാം സാഹിബിൻ്റെ വാർഡിൽ വരെ മുൻ നഗരസഭാ അധ്യക്ഷ വനിതാ ലീഗ് നേതാവുമാണ്. പിന്നെ 1 മുൻ കൗൺസിലറുണ്ട്. എങ്ങനെ അത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. പക്ഷേ അതൊന്നും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി സ്ഥാനാർത്ഥികളുടെ വിജയത്തെ സംബന്ധിച്ചോ ബാധിക്കുന്ന വിഷയങ്ങളല്ല. അവർക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. എത്ര വാർഡുകളിൽ ശക്തമായ മത്സരങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? കാര്യമായിട്ട് മത്സരങ്ങളൊന്നും UDFൻ്റെ സ്ഥാനാർത്ഥികൾക്കെതിരെ ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒറ്റപ്പെട്ട വാർഡുകളിൽ മത്സരങ്ങൾ ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടീം പോസിറ്റീവ് എന്നുള്ള പേരിലാണ് LDF മത്സരിക്കുന്നത്. ടീം പോസിറ്റീവിനെ കുറിച്ച് അവർക്ക് തന്നെ ആത്മവിശ്വാസമില്ല. അവർ രൂപീകരിച്ച അന്നുള്ള ആളുകളൊക്കെ അവസാന സമയത്തില്ല എന്നുള്ളതാണ്. രൂപീകരിച്ച സമയത്ത് തന്നെ അത് വളരെ പൊട്ടിപ്പോയൊരു മുന്നണിയാണ്. ഈ സമയത്ത് അതിനേക്കാളേറെ ദുർബലമായിട്ടാണ് ആ മുന്നണിയെ കാണുന്നത്. അവർക്ക് പോലും ഈ 40 ഡിവിഷനുകളിലും ടീം പോസിറ്റീവിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നതെന്ന് പറയാൻ പോലും അവർക്ക് കഴിയുന്നില്ല. 7-ാം ഡിവിഷനിൽ മത്സരിക്കുന്ന ടീം പോസിറ്റീവിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ടാണോ? അല്ല, അവർ മാനിപ്പാടം അയൽക്കൂട്ടം എന്ന് പറയുന്നത്. എന്താ കാരണം? ടീം പോസിറ്റീവിൻ്റെ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.